ഞാനൊരു സ്ഥലം വരെ പോവാണ്, ചേർത്തല ഐസ്ലാൻഡ് റിസോർട്ടിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ബ്ലസ്സി ഉണ്ട് കേട്ടോ. ഈ തുമ്പിയുടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നിട്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് റിലയൻസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനൊരു സത്യം മനസ്സിലാക്കി, മാടമ്പള്ളിയിലെ മനോരോഗി ശ്രീദേവി അല്ല ഗംഗയാണെന്ന്, കണ്ടില്ലേ. പിന്നെ നമ്മൾ അവസാനം കുറച്ച് നടന്നിട്ട് വേണം വള്ളത്തിൻ്റെ അടുത്ത് എത്താനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വള്ളം റെഡി ആയിട്ടുണ്ടായിരുന്നേ. എനിക്ക് പേടിയൊന്നുമില്ല ഈ വള്ളത്തിലൊക്കെ കയറാൻ. കുട പിടിച്ചേക്കുന്നത് ഫുള്ള് വെയിലായിട്ടാണ്. നമ്മൾ ഇതുണ്ട്, അടിപൊളിയാണ്. ഈ കുളവാഴയുടെ ഒക്കെ ഇടയിലൂടെ ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹട്ടാണ്. ഈ ഹട്ട് നല്ല സൂപ്പറാണ്, എ സി ആണ് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഐശ്വര്യമായിട്ട് ഇടതുകാലം വെച്ചിട്ടാണ് ഞാൻ കയറിയത്. അത് കഴിഞ്ഞ് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തരുന്നുണ്ട്. നമ്മുടെ റൂമാണ് ഇതൊക്കെ. അത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ ചുറ്റും കായലാണ്. കായലിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് തന്നിട്ടുണ്ടായിരുന്നേ. ലഞ്ച് ഭയങ്കര സൂപ്പറായിരുന്നു. കരിമീനും കക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു ലഞ്ച്. താണ്ട് അത് കഴിഞ്ഞിട്ട് തവളേണ്ട കായലിലെ വെള്ളത്തിൽ ഇറങ്ങുവാണ്. എനിക്ക് വെള്ളം കാണുമ്പോൾ അലർജി അല്ല കേട്ടോ, എനിക്കിഷ്ടമാണ് വെള്ളം. അതുകൊണ്ട് ബ്ലസ്സിമിസിന് നീന്താൻ അറിയാമായിരുന്നു, പിന്നെ എനിക്ക് നീന്താനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ വൈകിട്ട് ഇവിടെ സൺസെറ്റ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയ വഴിക്ക് ഒരു കൊക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കണ്ട് ഈ ചെടി കണ്ടില്ലേ, ഈ ചെടിക്കകത്ത് ഒത്തിരി ബട്ടർഫ്ലൈസ് വരും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ, ഈ പൂച്ചയാണ് എന്നെ വിളിച്ചുണർത്തിയത്. നമ്മൾ രാത്രിയിൽ കുറേ കായലിൽ നിന്ന് കുറേ കക്ക പിറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കക്കയൊക്കെ പിറക്കി കരയിലിട്ടിട്ട് പിന്നെ രാവിലെ വന്നിട്ട് കളക്ട് ചെയ്ത് കേട്ടോ. രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് 2 ചന്ദ്രനല്ല സൂര്യനെ കണ്ടുകൊണ്ട്. പിന്നെ ഇതാണ് ഇവിടെ ഒരു എന്ത് വരുന്നു, ചീരവല ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് പുട്ടും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു ബട്ടർഫ്ലൈ ചെടിയുടെ കാര്യം. ഈ ചെടിയാണെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുറച്ച് വിത്ത് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ താണ്ട് തിരിച്ചു പോയപ്പോൾ ബ്ലസ്സിമിസിൻ്റെ ചെരുപ്പ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നുമില്ല, എങ്കിൽ ശരി.